ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചും ടോക്സിക് പീപ്പിൾസിനെ കുറിച്ചുള്ള വീഡിയോസും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നതും നല്ല വ്യക്തികൾ ടോക്സിക് പീപ്പിളായിട്ട് മാറുന്നതും അതിൻ്റെ സിറ്റുവേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ബേസ് ചെയ്താണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ഇമോഷണൽ മാനിപ്പുലേഷൻ ട്രിക്സിനെ കുറിച്ചാണ്. അത്തരക്കാർ യൂസ് ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഇമോഷണൽ മാനിപ്പുലേഷൻ ട്രിക്സിനെ കുറിച്ച്. റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് സൂക്ഷിക്കുക. ഒരുപക്ഷെ അവരവർ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നിങ്ങളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു ലവ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് പേരുടെയും ഇമോഷണലി മെൻ്റലി സപ്പോർട്ട് അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ മാത്രമാണ് മുന്നിട്ടിറങ്ങുന്നത്, നിങ്ങൾ മാത്രമാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു തരത്തിലുള്ള സപ്പോർട്ട് ഈ ബന്ധത്തിന് തരുന്നില്ല. ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു. അത്രയ്ക്കും നിങ്ങൾ മടുത്തിരുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ കാര്യം നിങ്ങളുടെ പാർട്ട്ണറെ അറിയിക്കുന്നു. ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ വിധം മാറുന്നു. അവർ നിങ്ങളുടെ മുന്നിൽ കരയുന്നു. കരച്ചിലെന്ന് വെച്ചാൽ പൊട്ടിക്കരയുന്നു. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറരുതെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരുടെ കരച്ചിൽ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സലിയുന്നു. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. വീണ്ടും കാര്യങ്ങൾ പഴയ പോലെയാവും. നിങ്ങൾ കരുതിയത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവരിത്തരത്തിൽ ഇമോഷണലി ബിഹേവ് ചെയ്തത് എന്നതാണ്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അവർക്ക് ഈ ബന്ധത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇമോഷണലി അവരെ സമീപിച്ചത്. കുറേ അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്കാണിത്. അവർക്ക് സത്യത്തിൽ നിങ്ങളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ ഒട്ടും വിടത്തുമില്ല. നിങ്ങളെക്കൊണ്ടുള്ള അവരുടെ ആവശ്യം നിറവേറുന്നിടം വരെ അവർ നിങ്ങളെ ഈ ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കും. ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധം പോവാതിരിക്കാൻ വേണ്ടി അവർ ഞാൻ സ്വയം മാറിക്കൊള്ളാമെന്ന് പറഞ്ഞാലും പിന്നെയും കാര്യങ്ങൾ പഴയപടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. അവർ നിങ്ങളെ മനഃപൂർവ്വം അവിടെ പിടിച്ചു നിർത്തിയതാണ്, അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും മാറാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പെങ്കിലും എടുക്കുമായിരുന്നു. മറ്റു ചില റിലേഷൻഷിപ്പുകളിൽ നടക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് ഒരു പങ്കാളിയെ കുറ്റബോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രീതി. ഒരു മാനിപ്പുലേറ്റീവായിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങളുടേതെങ്കിൽ ഇനി അവരൊരു കുറ്റം ചെയ്താലും ആ കുറ്റം സൈക്കോളജിക്കലി ഇമോഷണലി നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ അവർ ശ്രമിക്കും. അതിലവർ വിജയിക്കുകയും ചെയ്യും. വളരെ തന്ത്രപരമായിട്ട് അവർ ചെയ്യുന്ന ഈ മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്കാണിത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ മാനിപ്പുലേറ്റീവായിട്ടുള്ള പാർട്ട്ണറുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷം നിങ്ങളുടെ ആ പാർട്ട്ണർ പറഞ്ഞു, ഇനി എന്നോട് മിണ്ടാൻ വരരുത്, എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ. കുറച്ച് ദിവസം നിങ്ങളത് കേട്ടിട്ട് അവരോട് മെസ്സേജ് അയച്ചില്ല, മിണ്ടിയില്ല, ഒന്നുമില്ല. പെട്ടെന്നൊരു ദിവസം അവർ വന്നിട്ട് പറയും, അപ്പോൾ നിനക്ക് ഞാൻ അത്രയൊക്കെ ഉള്ളൂ അല്ലേ, എന്നോടുള്ള സ്നേഹം മൊത്തം കാപട്യമാണ്, നിനക്ക് എന്നോടുള്ള സ്നേഹം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അവരൊരു ഗിൽറ്റി ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഇത് സത്യത്തിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. സത്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു തുടങ്ങും. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും അതൊരു പക്ഷേ ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ഭാഗത്തായി മാറും. അങ്ങനെ ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും. ഇതാണ് ഗ്യാസ് ലൈറ്റ്നിങ് എന്ന് പറയുന്ന മാനിപ്പുലേഷൻ ടെക്നിക്ക്. ഇത്തരക്കാരൊരിക്കലും അവരുടെ തെറ്റ് സമ്മതിച്ചു തരില്ല, മറിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാത്രമാണിതെന്നും പറഞ്ഞ് നമ്മളെ ഇകഴ്ത്തി കിട്ടും. റിലേഷൻഷിപ്പ് അപേക്ഷിച്ച് ചില ഫ്രണ്ട്സിലും ഈവൻ ഫാമിലി മെമ്പേഴ്സിലും വരെ ഇത്തരക്കാരുണ്ടായിരിക്കും. ഇവരുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ പറയുന്നത് വളരെ ദുസ്സഹമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കരുതിയിരിക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.